ശാന്തി 13/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, യോഗത്തിലൂടെ തത്വങ്ങളെ പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യൂ. കാരണം എപ്പോൾ തത്വങ്ങൾ പാവനമാകുമോ അപ്പോൾ ഈ സൃഷ്ടിയിൽ ദേവതമാർ പാദം വയ്ക്കും. ചോദ്യം: നിങ്ങളുടെ പുതിയ രാജധാനിയിൽ ഒരു പ്രകാരത്തിലുമുള്ള അശാന്തി ഉണ്ടാവുക സാധ്യമല്ല. എന്തുകൊണ്ട്? ഉത്തരം: കാരണം ഈ രാജപദം നിങ്ങൾക്ക് ബാബയിലൂടെ സമ്പത്തായി ലഭിച്ചതാണ്. വരദാതാവായ ബാബ കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെയാണ് വരദാനം, അതായത് സമ്പത്ത് നൽകിയത്. അത് കാരണം അവിടെ അശാന്തി ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങൾ ബാബയുടേതാകുന്നു, അപ്പോൾ മുഴുവൻ സമ്പത്തും നേടുന്നു. ഓം ശാന്തി. കുട്ടികൾ അറിയുന്നുണ്ട് നമ്മൾ ആരുടെ കുട്ടികളാണ്. ആ ഒന്നിനെ സത്യമായ പ്രഭു എന്നും പറയുന്നു. അതിനാൽ ഈയിടെ കുട്ടികളായ നിങ്ങളെ പ്രഭു കുമാരൻ എന്നും വിളിക്കുന്നു. സത്യത്തെക്കുറിച്ചും ഒരു ചൊല്ലുണ്ട്: സത്യമായത് കഴിക്കണം, സത്യമായത് ധരിക്കണം. ഇത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതാണ്, എങ്കിലും ഇത് ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾക്കറിയാം, ഉയർന്നതിലും ഉയർന്നത് ബാബ തന്നെയാണ്. ആ ഒന്നിന് വളരെയധികം മഹിമയുണ്ട്. ആ ഒന്നിനെ രചയിതാവ് എന്നും പറയുന്നു. ഏറ്റവും ആദ്യത്തേത് കുട്ടികളുടെ രചനയാണ്. ബാബയുടെ കുട്ടികളാണല്ലോ. എല്ലാ ആത്മാക്കളും ബാബയോടൊപ്പം വസിക്കുന്നു. അതിനെ പറയുന്നത് ബാബയുടെ വീട്, സ്വീറ്റ് ഹോം എന്നാണ്. ഇത് ഹോം ഒന്നുമല്ല. കുട്ടികൾക്കറിയാം, അത് നമ്മുടെ സ്വീറ്റസ്റ്റ് ബാബയാണ്. സ്വീറ്റ് ഹോമാണ് ശാന്തിധാമം. പിന്നെ സത്യയുഗവും സ്വീറ്റ് ഹോമാണ്. കാരണം അവിടെ ഓരോ വീട്ടിലും ശാന്തിയുണ്ട്. ഇവിടെയുള്ള വീട്ടിൽ ലൗകിക മാതാപിതാക്കളുടെ അടുക്കലും അശാന്തിയാണ്, ലോകത്തിലും അശാന്തിയാണ്. അവിടെ വീട്ടിലും ശാന്തിയുണ്ട്, മുഴുവൻ ലോകത്തിലും ശാന്തി ഉണ്ടായിരിക്കും. സത്യയുഗത്തെ പുതിയ ചെറിയ ലോകം എന്ന് പറയും. ഇത് പുരാതനമായ എത്ര വലിയ ലോകമാണ്. സത്യയുഗത്തിൽ സുഖവും ശാന്തിയുമുണ്ട്. ഏതെങ്കിലും കുഴപ്പങ്ങളുടെ കാര്യമേ ഇല്ല. കാരണം പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ശാന്തിയുടെ സമ്പത്ത് ലഭിച്ചിരിക്കുകയാണ്. ഗുരു ഗോസായിമാർ ആശീർവാദം നൽകുന്നു: പുത്രവാൻ ഭവ, ആയുഷ്മാൻ ഭവ. ഈ ഒന്ന് ഏതെങ്കിലും പുതിയ ആശീർവാദമൊന്നും നൽകുന്നില്ല. ബാബയിൽ നിന്നും ഓട്ടോമാറ്റിക്കലി സമ്പത്ത് ലഭിക്കുന്നു. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങൾക്ക് സ്മൃതി വരുത്തി, എപ്പോഴാണോ ദുഃഖത്തിൻ്റെ ലോകമാകുന്നത് അപ്പോൾ ആ പാരലൗകിക പിതാവിനെ ഭക്തി മാർഗത്തിൽ എല്ലാ ധർമ്മത്തിലുള്ളവരും ഓർമ്മിക്കുന്നു. ഇത് പതീത പഴയ ലോകം തന്നെയാണ്. പുതിയ ലോകത്തിൽ സുഖമുണ്ടായിരിക്കും, അശാന്തിയുടെ പേരേ ഇല്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് പവിത്രവും ഗുണവാനും ആകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. ബാബയോടൊപ്പം ധർമ്മരാജനുമുണ്ട്. കണക്കുകൾ സമാപ്തമാക്കിക്കുന്നവനാണ്. കോടതി കൂടുന്നുവല്ലോ. പാപങ്ങളുടെ ശിക്ഷകൾ തീർച്ചയായും ലഭിക്കേണ്ടതുണ്ട്. ആര് നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുവോ അവർ ശിക്ഷകൾ അനുഭവിക്കുകയില്ല. പാപത്തിൻ്റെ ശിക്ഷ ലഭിക്കുന്നു. അതിനെ കർമ്മഭോഗം എന്ന് പറയുന്നു. ഇത് രാവണന്റെ അന്യരാജ്യമാണ്. ഇതിൽ അപാര ദുഃഖമാണ്. രാമരാജ്യത്തിൽ അപാര സുഖമുണ്ടായിരിക്കും. നിങ്ങൾ വളരെ പേർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. പിന്നെ ചിലർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു, മറ്റു ചിലർ വൈകി മനസ്സിലാക്കുന്നു. കുറച്ചാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഇവർ ഭക്തി വൈകിയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കൂ. ആരാണോ തുടക്കം മുതൽ ഭക്തി ചെയ്തത് അവർ ജ്ഞാനവും പെട്ടെന്ന് മനസ്സിലാക്കും. കാരണം അവർക്ക് മുന്നിലുള്ള നമ്പറിൽ പോകേണ്ടതുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ആത്മാക്കൾ സ്വീറ്റ് ഹോമിൽ നിന്നും ഇവിടെ വന്നിരിക്കുകയാണ്. സൈലൻസും മൂവിയും ടോക്കിയും ഉണ്ടല്ലോ. കുട്ടികൾ ട്രാൻസിൽ പോകുമ്പോൾ അവിടെ മൂവി നടക്കുന്നു എന്ന് കേൾപ്പിക്കുന്നു. അതിന് ജ്ഞാനമാർഗവുമായി ബന്ധമില്ല. മുഖ്യമായ കാര്യമാണ്
സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇത്രമാത്രം, മറ്റൊരു കാര്യവുമില്ല. ബാബ നിരാകാരമാണ്. കുട്ടികളും, അതായത് ആത്മാവും ഈ ശരീരത്തിൽ നിരാകാരമാണ്. മറ്റേതെങ്കിലും കാര്യമേ ഉദിക്കുന്നില്ല. ആത്മാവിൻ്റെ സ്നേഹം ഒരു പരംപിത പരമാത്മാവിനോട് തന്നെയാണ്. ശരീരമെല്ലാം പതീതമാണ്. അപ്പോൾ പതീത ശരീരത്തോട് സ്നേഹമുണ്ടാവുക സാധ്യമല്ല. ആത്മാവ് പാവനമായി മാറുന്നുണ്ടെങ്കിലും ശരീരം പതീതമാണ്. പതീത ലോകത്തിൽ പാവന ശരീരം ഉണ്ടാകുന്നതേയില്ല. ആത്മാവിന് ഇവിടെയാണ് പാവനമാകേണ്ടത്. അപ്പോൾ ഈ പഴയ ശരീരങ്ങളുടെ വിനാശമുണ്ടാകും. ആത്മാവ് അവിനാശിയാണ്. ആത്മാവിൻ്റെ ജോലിയാണ് പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിച്ച് പാവനമാവുക എന്നത്. ആത്മാവ് പവിത്രമാണെങ്കിൽ ശരീരവും പവിത്രമായത് വേണം. അത് ലഭിക്കുന്നത് പുതിയ ലോകത്തിലാണ്. ആത്മാവ് പാവനമായി മാറിയാലും ശരി, ആത്മാവിന് ഒരേയൊരു പരംപിത പരമാത്മാവിനോട് തന്നെയാണ് യോഗം യോജിപ്പിക്കേണ്ടത്. ഇത്രമാത്രം. ഈ പതീത ശരീരത്തെ ടച്ച് ചെയ്യുക പോലും ചെയ്യരുത്. ഇത് ആത്മാക്കളോട് ബാബ സംസാരിക്കുകയാണ്. മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. സത്യയുഗം മുതൽ കലിയുഗം വരെയും ശരീരങ്ങളിൽ തൂങ്ങിക്കിടന്നു. അവിടെ ആത്മാവും ശരീരവും രണ്ടും പവിത്രമാണ്. അവിടെ ശരീരമോ ആത്മാവോ വികാരി ആകാൻ തക്കവണ്ണം വികാരത്തിൽ പോകുന്നില്ല. വല്ലഭാചാരികളുമുണ്ട്. അവർ സ്പർശിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അവരുടെ ആത്മാവ് നിർവികാരിയും പവിത്രവുമൊന്നുമല്ല. അത് ഒരു വല്ലഭാചാരി വിഭാഗമാണ്. അവർ സ്വയം ഉയർന്ന കുലത്തിലുള്ളവരായി കരുതുന്നു. ശരീരത്തെ പോലും ടച്ച് ചെയ്യാൻ അനുവദിക്കുന്നില്ല. നമ്മൾ വികാരിയും അപവിത്രവുമാണ് എന്നത് മനസ്സിലാക്കുന്നില്ല. ശരീരം ഭ്രഷ്ടാചാരത്തിലൂടെയാണ് ജനിച്ചത്. ഈ കാര്യങ്ങൾ ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാവ് പാവനമായി കൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ശരീരവും മാറേണ്ടി വരും. പാവന ശരീരം തയ്യാറാകുന്നത് 5 തത്വങ്ങളും പാവനമായി മാറുമ്പോഴാണ്. സത്യയുഗത്തിൽ തത്വവും പവിത്രമായിരിക്കും. അപ്പോൾ ശരീരവും പവിത്രമാകുന്നു. ദേവതമാർ പതീത ശരീരത്തിൽ പതീത ഭൂമിയിൽ പാദം വയ്ക്കുന്നില്ല. അവരുടെ ആത്മാവും ശരീരവും രണ്ടും പവിത്രമാണ്, പാവനമാണ്. അതിനാൽ അവർ സത്യയുഗത്തിൽ തന്നെയാണ് പാദം വയ്ക്കുന്നത്. ഇത് പതീത ലോകമാണ്. ആത്മാവ് പാരലൗകിക പിതാവായ പരമാത്മാവിനെ ഓർമ്മിക്കുന്നു. ഒന്നാണ് ശാരീരിക പിതാവ്, മറ്റൊന്നാണ് അശരീരിയായ പിതാവ്. അശരീരിയായ പിതാവിനെ ഓർമ്മിക്കുന്നു. കാരണം ആ ഒന്നിൽ നിന്നും ഇങ്ങനെയുള്ള സുഖത്തിൻ്റെ സമ്പത്ത് തീർച്ചയായും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയം തമോ പ്രധാനമായിരിക്കുകയാണ്. എങ്കിലും ആ പിതാവിനെ തീർച്ചയായും ഓർമ്മിക്കുന്നു. എന്നാൽ ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് തലകീഴായ ശിക്ഷണം ലഭിക്കുന്നു. പിന്നെ മനുഷ്യനെ ആവുകയുള്ളൂ എന്ന കാര്യത്തിലും കുഴങ്ങിപ്പോകുന്നു. ഈ എല്ലാ തെറ്റുകളെക്കുറിച്ചും ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ ഒരേ ഒരു മന്മനാഭവയുടെ മന്ത്രം നൽകുന്നു. അതിനും അർത്ഥം വേണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇത്രമാത്രം. ഈ ഒരു ഈണം മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ. അതായത് ഈ ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അതിലൂടെ നിങ്ങൾക്ക് പാവനമാകാൻ സാധിക്കും. ദേവതമാർ പവിത്രമാണ്. ഇപ്പോൾ ബാബ വന്ന് വീണ്ടും ഇങ്ങനെ പവിത്രമാക്കുന്നു. മുന്നിൽ എയിം ഓബ്ജക്റ്റ് വയ്ക്കുന്നു. ആരാണോ പ്രതിമ അഥവാ മൂർത്തി ഉണ്ടാക്കുന്നവർ, അവർ മനുഷ്യന്റെ മുഖം നോക്കി ഉടൻ അയാളുടെ പ്രതിമയുണ്ടാക്കുന്നു. അത് ജീവനോടെ മുന്നിലിരിക്കുന്നത് പോലെ. അതാണെങ്കിൽ ജഡപ്രതിമയാണ്. ഇവിടെ ബാബ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ചൈതന്യ ലക്ഷ്മി നാരായണൻ ആകണം. എങ്ങനെയാകും? മനുഷ്യനിൽ നിന്നും ദേവത നിങ്ങൾ ഈ പഠനത്തിലൂടെയും പ്യൂരിറ്റിയിലൂടെയും ആകും. ഈ സ്കൂൾ തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റേതാണ്. അവരാണെങ്കിൽ പ്രതിമയും മറ്റും ഉണ്ടാക്കുന്നു. അതിനെ ആർട്ട് എന്ന് പറയുന്നു. കൃത്യമായി അതേ മുഖവും മറ്റും ഉണ്ടാക്കുന്നു. ഇതിൽ കൃത്യം എന്നതിൻ്റെ കാര്യമേയില്ല. ഇത് ജഡചിത്രമാണ്.
അവിടെയാണെങ്കിൽ നിങ്ങൾ നാച്ചുറലായി ചൈതന്യമാകുമല്ലോ. 5 തത്വങ്ങളുടെ ചൈതന്യ ശരീരമായിരിക്കും. ഈ ജഡചിത്രം മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. കൃത്യമായത് ഉണ്ടാക്കുവാൻ സാധിക്കില്ല, കാരണം ദേവതമാരുടെ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. ധ്യാനത്തിൽ സാക്ഷാത്കാരം കാണുന്നു, എന്നാൽ ഫോട്ടോ എടുക്കാൻ സാധിക്കില്ല. ഞാൻ ഇങ്ങനെ സാക്ഷാത്കാരം കണ്ടു എന്ന് പറയും. ചിത്രം സ്വയമോ മറ്റാർക്കെങ്കിലോ ഉണ്ടാക്കാൻ സാധിക്കില്ല. സ്വയം അങ്ങനെയായി മാറുന്നത് ബാബയിൽ നിന്നും നോളജ് സ്വീകരിച്ച് പൂർത്തിയാക്കുമ്പോഴാണ്. അപ്പോൾ കൃത്യമായി കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ആകും. ഇത് എത്ര പ്രകൃതിയാ ഉള്ള വണ്ടർഫുൾ ഡ്രാമയാണ്. ബാബയിരുന്ന് ഈ പ്രകൃതിയാ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യർക്കാണെങ്കിൽ ഈ കാര്യങ്ങൾ ചിന്തയിൽ പോലും ഉണ്ടായിരിക്കുന്നില്ല. അവരുടെ മുന്നിൽ പോയി ശിരസ് നമിക്കുന്നു. ഇവ രാജ്യം ഭരിച്ച ശേഷം പോയതായി മനസ്സിലാക്കുന്നു. എന്നാൽ എപ്പോൾ ഇത് അറിയുന്നില്ല. വീണ്ടും എപ്പോൾ വരും അഥവാ എന്തു ചെയ്യും ഒന്നും അറിയില്ല. നിങ്ങൾ അറിയുന്നുണ്ട്, സൂര്യവംശികളും ചന്ദ്രവംശികളും ഉണ്ടായിരുന്ന ശേഷം പോയി. അത് കൃത്യമായി വീണ്ടും തീർച്ചയായും ആകും. ഈ നോളജിലൂടെ വണ്ടറാണല്ലോ. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ദേവതയാകും. സത്യത്രേതായുഗത്തിൽ എന്ത് നടന്നുവോ അതേ ആക്ടിവിറ്റി നടക്കും. എത്ര വണ്ടർഫുൾ ജ്ഞാനമാണ് ഇത്! ബുദ്ധിയിൽ നിലനിൽക്കുന്നതും ഹൃദയത്തിൻ്റെ ശുദ്ധി ഉണ്ടായിരിക്കുമ്പോഴാണ്. എല്ലാവരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ നിലനിൽക്കുക സാധ്യമല്ല. പ്രയത്നം ആവശ്യമാണ്. പ്രയത്നമില്ലാതെ ഏതെങ്കിലും ഫലം ലഭിക്കുക സാധ്യമല്ല. ബാബ പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡ്രാമയനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് എങ്കിലും പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഡ്രാമയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ നമ്മളിലൂടെ പുരുഷാർത്ഥം നടക്കും എന്ന് വെറുതെ ഇരുന്ന് കളയുകയില്ല. നമ്മുടെ ഭാഗ്യത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ പുരുഷാർത്ഥം തീർച്ചയായും നടക്കും എന്ന വന്യമായ ചിന്തകളുള്ള ധാരാളം പേരുണ്ട്. പുരുഷാർത്ഥം നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട്. പുരുഷാർത്ഥവും പ്രാപ്തിയുമുണ്ട്. മനുഷ്യർ ചോദിക്കുന്നു, പുരുഷാർത്ഥമാണോ വലുത് അതോ പ്രാപ്തിയാണോ വലുത്? ഇപ്പോൾ വലുത് പ്രാപ്തിയാണ്. എന്നാൽ പുരുഷാർത്ഥം വലുതായി പരിഗണിക്കപ്പെടുന്നു. അതിലൂടെയാണ് പ്രാപ്തി ഉണ്ടാകുന്നത്. ഓരോ മനുഷ്യനും പുരുഷാർത്ഥത്തിലൂടെയാണ് സർവ്വതും ലഭിക്കുന്നത്. ചിലർ ഇങ്ങനെയും കല്ലുബുദ്ധിയായി മാറുന്നു. അവർ തലകീഴായി എടുക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഇവരുടെ ഭാഗ്യത്തിലില്ല, തകർന്നു പോകുന്നു. ഇവിടെ കുട്ടികളെ എത്ര പുരുഷാർത്ഥം ചെയ്യിക്കുന്നു. രാവും പകലും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ ക്യാരക്ടേഴ്സ് തീർച്ചയായും നന്നാക്കേണ്ടതുണ്ട്. നമ്പർ 1 ക്യാരക്ടറാണ് പാവനമാവുക എന്നത്. ദേവതമാർ പാവനം തന്നെയാണ്. പിന്നെ എപ്പോഴാണോ വീഴുന്നത്, ക്യാരക്ടേഴ്സ് കേടാകുന്നത്, അപ്പോൾ പൂർണ്ണമായും പതീതമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടേത് A1 ക്യാരക്ടർ ആയിരുന്നു, പിന്നെ പൂർണ്ണമായും വീണു. മുഴുവൻ ആധാരവും പവിത്രതയുടെ മേലാണ്. ഇതിൽ തന്നെയാണ് വളരെയധികം ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നത്. മനുഷ്യരുടെ കണ്ണുകൾ വളരെയധികം ചതിക്കുന്നു. കാരണം രാവണന്റെ രാജ്യമാണ്. അവിടെയാണെങ്കിൽ കണ്ണുകൾ ചതിക്കുന്നതേയില്ല. ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിക്കുന്നു. അതിനാൽ റിലീജിയൻ ഈസ് മൈറ്റ് എന്ന് പറയുന്നു. സർവശക്തിവാനായ ബാബ തന്നെയാണ് വന്ന് ഈ ദേവീദേവതാധർമ്മം സ്ഥാപിക്കുന്നത്. എല്ലാം ചെയ്യുന്നത് ആത്മാവാണ്, എന്നാൽ മനുഷ്യന്റെ രൂപത്തിൽ ചെയ്യും. ആ ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ദേവതമാരിൽ നിന്നും ഈ ഒന്നിൻ്റെ മഹിമ തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയെ എന്തുകൊണ്ട് ഓർമ്മിക്കില്ല? ആ ഒന്നിനെ തന്നെയാണ് നോളജ്ഫുൾ ബീജരൂപം എന്ന് പറയുന്നത്. ആ ഒന്നിനെ സച്ചിത് ആനന്ദം എന്നെന്തുകൊണ്ട് പറയുന്നു? വൃക്ഷത്തിന് ബീജമുണ്ട്. അതിനും വൃക്ഷത്തിൻ്റെ അറിവുണ്ടായിരിക്കുമല്ലോ. എന്നാൽ അത് ജഡബീജമാണ്. അതിൽ ആത്മാവ് ജഡം പോലെയാണ്. മനുഷ്യനിലുള്ളത് ചൈതന്യ ആത്മാവാണ്. ചൈതന്യ ആത്മാവിനെ ജ്ഞാനത്തിൻ്റെ സാഗരമെന്നും പറയുന്നു.
വൃക്ഷം ചെറുതിൽ നിന്നും വലുതാകുന്നു. അപ്പോൾ തീർച്ചയായും ആത്മാവുണ്ട്, എന്നാൽ സംസാരിക്കാൻ സാധിക്കില്ല. പരമാത്മാവിന് ജ്ഞാനത്തിൻ്റെ സാഗരം തുടങ്ങി എത്ര മഹിമയാണുള്ളത്. ഈ മഹിമ ആത്മാവിൻ്റേതല്ല, പരമ ആത്മാവ്, അതായത് പരമാത്മാവിൻ്റേതാണ് പാടപ്പെടുന്നത്. പിന്നെ ആ ഒന്നിനെ ഈശ്വരൻ എന്നും മറ്റും പറയുന്നു. യഥാർത്ഥ നാമം പരംപിത പരമാത്മ എന്നാണ്. പരമം എന്നാൽ സുപ്രീം, വളരെ വലിയ മഹിമയും ചെയ്യുന്നു. ഇപ്പോൾ ദിനം പ്രതിദിനം മഹിമയും കുറഞ്ഞു വരുന്നു. കാരണം ആദ്യം ബുദ്ധി സതോ ആയിരുന്നു, പിന്നെ രജോയും തമോ പ്രധാനവുമായി മാറുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വന്ന് പഴയ ലോകത്തെ പുതിയതാക്കുന്നു. സത്യയുഗ ആദി സത്യമാണ്, സത്യം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന മഹിമയുമുണ്ടല്ലോ. ചില വംശപരമ്പരകൾ നന്നായി ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം അവർ ഏതായാലും ഇത്രയും പതീതമല്ല. പിന്നീട് വരുന്നവർ ഇത്രയും പതീതം ആകുന്നില്ല. ഭാരതവാസികൾ തന്നെയാണ് വളരെയധികം സദോ പ്രധാനമായിരുന്നത്. അവർ തന്നെ പിന്നെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ തമോ പ്രധാനമായിരിക്കുന്നു. മറ്റ് ധർമ്മസ്ഥാപകരെക്കുറിച്ച് ഇങ്ങനെ പറയില്ല. അവർ ഇത്രയും സദോ പ്രധാനവും ആകുന്നില്ല, ഇത്രയും തമോ പ്രധാനവും ആകേണ്ടതില്ല. വളരെയധികം സുഖവും കണ്ടിട്ടില്ല, വളരെയധികം ദുഃഖവും കാണുകയില്ല. ഏറ്റവും അധികം തമോ പ്രധാന ബുദ്ധിയായത് ആരുടേതാണ്? ആരാണോ ആദ്യം ദേവതയായിരുന്നത്, അവർ തന്നെയാണ് എല്ലാ ധർമ്മങ്ങളെക്കാളും കൂടുതൽ വീണത്. ഭാരതത്തിൻ്റെ മഹിമ ചെയ്യുന്നുണ്ട്, കാരണം വളരെ പുരാതനമാണ്. ചിന്തിക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഭാരതം വളരെയധികം വീണിരിക്കുകയാണ്. ഉയർച്ചയും പതനവും ഭാരതത്തിൻ്റേത് തന്നെയാണ്, അതായത് ദേവീ ദേവതമാരുടേതാണ്. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയെടുക്കണം. നമ്മൾ സുഖവും വളരെയധികം കണ്ടിട്ടുണ്ട്, സദോ പ്രധാനം ആയിരുന്നപ്പോൾ. പിന്നെ ദുഃഖവും വളരെയധികം കണ്ടു, കാരണം തമോ പ്രധാനമാണ്. മുഖ്യമായത് തന്നെ 4 ധർമ്മങ്ങളാണ്: ഡീറ്റിസം, ഇസ്ലാമിസം, ബുദ്ധിസം, ക്രിസ്ത്യാനിസം. പിന്നെ ഇവയിലൂടെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഈ ഭാരതവാസികൾക്ക് നമ്മൾ ഏത് ധർമ്മത്തിലേതാണ് എന്നറിയുകയില്ല. ധർമ്മത്തെക്കുറിച്ച് അറിയാത്തത് കാരണം ധർമ്മമേ ഉപേക്ഷിക്കുന്നു. വാസ്തവത്തിൽ ഏറ്റവും മുഖ്യമായ ധർമ്മം ഇതാണ്. എന്നാൽ സ്വന്തം ധർമ്മത്തെ മറന്നുപോയി. ആരാണോ ബുദ്ധിയും വിവേകവും ഉള്ളവർ, അവർ മനസ്സിലാക്കുന്നു ഇവർക്ക് സ്വന്തം ധർമ്മത്തിൽ വിശ്വാസമില്ല. അല്ലാത്ത പക്ഷം ഭാരതം എന്തായിരുന്നു, ഇപ്പോൾ എന്തായി മാറി? ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ നിങ്ങൾ എന്തായിരുന്നു? മുഴുവൻ ഹിസ്റ്ററിയും ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ദേവതയായിരുന്നു, പകുതി കൽപ്പം രാജ്യം ഭരിച്ചു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം രാവണ രാജ്യത്തിൽ നിങ്ങൾ ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവുമായി. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ദൈവിക സമ്പ്രദായത്തിലേതായിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഉവാച, ബാബ കൽപ്പകൽപ്പങ്ങളിൽ കുട്ടികളായി നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കിച്ച് ഈശ്വരീയ സമ്പ്രദായം ആക്കുന്നത്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാപിതാവായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധിയിലൂടെ ബാബയുടെ വണ്ടർഫുൾ ജ്ഞാനം ജീവിതത്തിൽ ധാരണ ചെയ്യണം. പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പ്രാപ്തി ഉണ്ടാക്കണം. ഡ്രാമ എന്ന് പറഞ്ഞ് ഇരുന്നു കളയരുത്. രാവണ രാജ്യത്തിൽ ക്രിമിനൽ കണ്ണുകളുടെ ചതിവിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രത്തിലൂടെ നോക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യണം. പവിത്രത നമ്പർ 1 ക്യാരക്ടറാണ്, അത് തന്നെ ധാരണ ചെയ്യണം. വരദാനം: ബ്രാഹ്മണ ജന്മത്തിൻ്റെ ജാതകം അറിഞ്ഞ് സദാ സന്തോഷത്തിലിരിക്കുന്ന ശ്രേഷ്ഠ ഭാഗ്യവാനായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതം പുതിയ ജീവിതമാണ്. ബ്രാഹ്മണൻ ആദിയിൽ ദേവീ ദേവതയാണ്, ഇപ്പോൾ BK ആണ്. ബ്രാഹ്മണരുടെ ജാതകത്തിൽ 3 കാലങ്ങളും നല്ലതിലും നല്ലതാണ്.
എന്ത് സംഭവിച്ചോ അതും നല്ലത്, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ അത് കൂടുതൽ നല്ലത്, എന്ത് സംഭവിക്കാൻ പോകുന്നുവോ അത് വളരെ വളരെ നല്ലത്. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ജാതകം സദാ നല്ലതാണ്, ഗ്യാരണ്ടിയാണ്. അപ്പോൾ സദാ ഈ സന്തോഷത്തിൽ ഇരിക്കൂ. സ്വയം ഭാഗ്യവിധാതാവായ ബാബ ഭാഗ്യത്തിൻ്റെ ശ്രേഷ്ഠ രേഖ വരച്ച് തൻ്റേതാക്കി മാറ്റി. സ്ലോഗൻ: ഏകരസസ്ഥിതി അനുഭവിക്കണമെങ്കിൽ ഒരു ബാബയിൽ നിന്നും സർവ സംബന്ധങ്ങളുടെയും രസം എടുക്കൂ. ഓം ശാന്തി. ജ്ഞാന സ്വരൂപ ആത്മാവായ ഞാൻ വ്യക്തഭാവത്തിൻ്റെയും വ്യക്ത ദേശത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയാകുന്നു. ഈ അവ്യക്ത ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാബ്ദാദയുടെ ദിവ്യ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. അവ്യക്ത ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകും. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ ജ്ഞാനസൂര്യൻ്റെയും ജ്ഞാനചന്ദ്രൻ്റെയും സന്മുഖത്ത് ഒരു ആത്മീയ നക്ഷത്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മനക്ഷത്രത്തിൽ പതിക്കുന്നു. ജ്ഞാനസൂര്യൻ്റെ സർവ ഗുണങ്ങളുടെയും ഈ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ ഗുണങ്ങൾ എന്നിൽ ധാരണയാകുന്നു. ഞാനും മാസ്റ്റർ ജ്ഞാനസൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ജ്ഞാനചന്ദ്രൻ്റെ ശീതളമായ കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ സ്വരൂപവും ശീതളമായി മാറുന്നു. ജ്ഞാനസൂര്യൻ്റെയും ജ്ഞാനചന്ദ്രൻ്റെയും ശക്തിയുടെയും ശീതളതയുടെയും ഡബിൾ ഫോഴ്സ് എനിക്ക് ഒരു ദിവ്യവും അലൗകികവുമായ നിറവ് പകർന്നു തരുന്നു. ഞാൻ സംതൃപ്ത ആത്മാവായി സഫലതാ നക്ഷത്രമായി സ്വയം അനുഭവിക്കുന്നു. ബാബ്
ബാപ്ദാദയുടെ വരദാനി ദൃഷ്ടിയിലൂടെ വിജയീ രത്നമായി മാറാനുള്ള വരദാനം എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശ്രേഷ്ഠസ്ഥിതിയും ദിവ്യ അനുഭവങ്ങളും പ്രാപ്തമാക്കി മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഞാൻ വ്യക്തദേഹത്തിൽ വേറിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടും സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതുപോലെ മാസ്റ്റർ ജ്ഞാനസൂര്യനായ എന്നിൽ നിന്നും ഈശ്വരീയ ശക്തിയുടെയും ശീതളതയുടെയും കിരണങ്ങൾ പ്രസരിക്കുന്നു. ആ കിരണങ്ങൾ അന്യ ആത്മാക്കളുടെ അധമ സംസ്കാരങ്ങളാകുന്ന കീടാണുക്കളെ ഭസ്മമാകട്ടെ. ജ്ഞാനസൂര്യൻ്റെ യഥാർത്ഥ പരിചയവും പ്രാപ്തിയും നേടാനുള്ള ഭാഗ്യം സിദ്ധമാകട്ടെ.